നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ ഭാരം ആരെങ്കിലും ഒന്ന് ചുമന്നിരുന്നെങ്കിൽ, ഒന്നെടുത്ത് എനിക്ക് വേണ്ടി നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അത്രമാത്രം കഠിനമായ ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ മനുഷ്യർ നമ്മളെ സഹായിക്കാൻ വന്നാൽ അവരും ക്ഷീണിതരാകുമെന്നത് നമ്മൾ അറിയണം. നമ്മൾ ക്ഷീണിതരാകുന്നത് പോലെ തന്നെ ബലക്കുറവുള്ളവരാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവർ. അവരും ഒരിക്കൽ നിൻ്റെ ഭാരം ഒരുപക്ഷെ അതിഭാരമായി കാണാനും നമ്മളെ നിരാശയിലാകപ്പെടാനും സാധ്യതയുണ്ട്. നിൻ്റെ ഭാരം കർത്താവിൽ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 എത്ര ശക്തിയുള്ള വചനമാണ്. നിന്റെ ഭാരം കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുക. സ്നേഹമുള്ളവരെ, അവൻ അവസാനം വരെ നിന്നെ താങ്ങിക്കൊള്ളും. ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിലുടനീളം അത് കയ്പുള്ളതായിക്കൊള്ളട്ടെ, സന്തോഷാനുഭവങ്ങളായിക്കൊള്ളട്ടെ, താങ്ങുമെന്നുറപ്പുള്ള ഏക കരം അത് കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഉറപ്പുള്ള ഒരു വിഷയമാണ്. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കില്ല. അതാണ് കർത്താവിൻ്റെ വലിയൊരു അഭിഷേകവചനം. കർത്താവിൻ്റെ അസന്നിഗ്ധമായ ഒരു ഉറപ്പാണ് ഈ വചനത്തിലൂടെ ലഭിക്കുന്നത്. നിന്റെ ഭാരം താങ്ങാൻ കെൽപ്പുള്ളവൻ നിന്റെ കൂടെയുണ്ട്. അവനെ നിന്റെ ഭാരം, നിന്റെ അസ്വസ്ഥത, നിന്റെ പ്രയാസങ്ങൾ അവൻ്റെ കരത്തിൽ വെച്ചു കൊടുക്കുക. നീ അല്പം ഫ്രീ ആയി, അല്പം കൂടി തെളിമയോടുകൂടി യാത്ര ചെയ്യാൻ അവൻ നിന്നെ ശക്തിപ്പെടുത്തും. മക്കളെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ സഹായിക്കട്ടെ. ആമേൻ.